കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പൻ്റെ ആ ചതുർബാഹുവായ വിഗ്രഹം, അതിൽ ഏത് രൂപത്തിലാണ് ഭഗവാൻ ഇന്ന് അമ്പാടിയിലെയാണോ അതോ മറ്റേതെങ്കിലും അവതാരങ്ങളാണോ എങ്ങനെയാണ് നിൽക്കണമെന്ന് അറിയില്ലല്ലോ. നമുക്ക് കാണാനായിട്ട് പോകണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. ആ കളഭം കൊണ്ടുള്ള അലങ്കാരം എന്താണെന്ന് അറിയാഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര ആകാംക്ഷയാണ്. ആ സമയം അങ്ങോട്ട് ആയ വേഗം പോവുക, നടൻ തുറന്നാൽ പോയിട്ട് തൊഴുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള ആ മഞ്ജുളാലിൻ്റെ അവിടെ, അതായത് കിഴക്കേ നടയിലേക്ക് ഇങ്ങോട്ട് നന്നായിട്ട് വന്ന ഒരാല് കാണാം, അതാണ് മഞ്ജുളാൽ. അവിടെ ഒരു ഗരുഡൻ്റെ ശില്പമൊക്കെ ഉണ്ട്. മുൻപ് സാധാരണ ശില്പമായിരുന്നു, ഇപ്പോൾ അത് വെങ്കല പ്രതിമയാണ്. അപ്പോൾ അത് വളരെ മനോഹരമാണ്. എന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇന്നലെയാണ് പലരും അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ എത്തിയിട്ടില്ല, മഞ്ജുളാലിനെ പറ്റി കേട്ടിരിക്കുന്നു, അവിടെ എത്തിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും അറിയാവുന്നത് പറയാം, പറ്റാവുന്നവരൊക്കെ അവിടെ പോയി ദർശനം നടത്തുക, അത്രയും നല്ല കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആ മഞ്ജുളാലിൻ്റെ അവിടെ വന്നിട്ട് വാരസ്യാരമ്മേനെയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് മഞ്ജുളാലിന് ഒന്ന് പ്രദക്ഷിണം വയ്ക്കാം. അതിന് ശേഷം നേരെ വന്ന് അത്തിമര ഗണപതിയെ കാണാനായിട്ട് വരാം. അങ്ങനെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ പുറകു വശത്തു കൂടെ, അതായത് കിഴക്ക് വശത്തു നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ, കിഴക്കേ നടയിൽ നിന്ന് വരുമ്പോൾ നേരെ ആ കല്യാണ മണ്ഡപത്തിൻ്റെ അവിടെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയമൊക്കെ കാണുമ്പോൾ അതിൻ്റെ സൈഡിലൂടെ അങ്ങനെ പോയാൽ വളരെ എന്താ പറയുക, പ്രശാന്തമായിട്ട് സുന്ദരമായിട്ടുള്ളൊരു സ്ഥലം, ഒരു അത്തിമരം കാണാം. അതിൻ്റെ ചുവട്ടിലാണ് അത്തിമര ഗണപതി. 4 ഭാഗത്തു നിന്ന് നോക്കിയാൽ കാണാം, വളരെ സുഖമായിട്ട് കാണാം. അവിടെ യാതൊരു തിരക്കും ഉണ്ടാവില്ല. ഉണ്ടെങ്കിലും ഒരു 2, 3, 4, 5 ആളുകളൊക്കെ ഉണ്ടാവുള്ളൂ. അതുപോലെ നമുക്ക് മുട്ടറക്കാനൊക്കെ പറ്റും. നമുക്ക് നമ്മൾ സ്വയമാണ് അടിക്കുക. അപ്പോൾ അതൊക്കെ അവിടെ തൊഴാനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ അങ്ങനെ നമുക്കവിടെ വന്നിട്ട് അത്തിമര ഗണപതിയെ പ്രാർത്ഥിച്ച് സർവ്വവിഘ്നങ്ങളും അകറ്റിത്തരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞ് മ്യൂസിയത്തിൽ വേണമെങ്കിൽ കയറാം. കാരണം എന്താ വെച്ചാൽ, ഒരുപാട് പഴക്കം ചെന്ന ഗുരുവായൂരിലെ പല താളിയോലകളും പല പല അത്ഭുതങ്ങളും ഒക്കെ അവിടെ ഉണ്ട്. ആ മ്യൂസിയത്തിലൊക്കെ ഫ്രീ ആണ് കേട്ടോ. നമുക്ക് ദർശനം കയറാനൊക്കെ കാണാനൊക്കെ വളരെ സൗകര്യമാണ്. അപ്പോൾ കണ്ട് ഒക്കെ നമുക്ക് അറിവുകൾ പലതും കിട്ടും. അപ്പോൾ വന്നാൽ വരുന്നവരൊക്കെ ഒന്ന് കയറാനൊക്കെ ശ്രമിച്ചോളാം. അങ്ങനെ അവിടെയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഗോപുരവാതിൽ അങ്ങോട്ട് കിടക്കുകയാണ്. ഗോപുരവാതിലൂടെ അങ്ങനെ അകത്തേക്ക് പ്രവേശിക്കുക. അങ്ങനെ വരുമ്പോൾ ആ കൊടിമരം കാണാം. കൊടിമരത്തിൻ്റെ നേരെ മുന്നിൽ വലിയ ബലിക്കല്ല് കാണാം. അതിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ നമ്മുടെ ആന, ഏറ്റവും പ്രധാനപ്പെട്ട ആന, കേശവൻ ആനയുടെ, ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകൾ ഇങ്ങനെ സ്വർണം കെട്ടിച്ചത് കാണാം. അതിൻ്റെ നടുക്കായിട്ട് മഹാലക്ഷ്മി ദേവീനെയും ഒക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ വരാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ അങ്ങോട്ട് കാലെടുത്ത് വയ്ക്കുമ്പോൾ, വാതിൽപ്പടിയാണ് കയറുമ്പോൾ ഇടതേ വശത്തേക്ക് നോക്കുക. അപ്പോൾ അവിടെ കിടാവിളക്ക് ഇങ്ങനെ കത്തിയിരിക്കുന്നുണ്ടാവും ഒരു ചില്ലിൻ്റെ കൂട്ടിൽ. അവിടെയാണ് മേൽപ്പത്തൂർ തിരുമേനി നാരായണീയം എഴുതാനൊക്കെ ആയിട്ട് അവിടെ ഇരുന്നിട്ടാണ് പറഞ്ഞു കൊടുത്തിരുന്നതെന്നാണ്. അതേപോലെ ആദ്യത്തെ തൂണ് വലത്തെ സൈഡിലുള്ള അതിലാണ് നരസിംഹാവതാരം കാണിച്ചു കൊടുത്തു എന്ന് പറയുന്നു. അപ്പോൾ അത് രണ്ടുമൊക്കെ കണ്ട് നമ്മളിങ്ങനെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുക. ശ്രീലകത്തേക്ക് നോക്കിയാൽ പിന്നെ പറയാനില്ല, അത്രമാത്രം നല്ല രസമായിട്ടുള്ള കാഴ്ചയാവും. കാരണം എന്താ വെച്ചാൽ നിറയെ പ്രകാശമാണ്. സ്വർണത്തിൻ്റെ വിളക്കും വെള്ളി വിളക്കും ഒക്കെയാണ്. അതിലിങ്ങനെ നെയ്യ് ഒഴിച്ച് നിറ ദീപമായിട്ടാണ് ഏത് നേരം ഭഗവാന്റെ ആ ശ്രീലകത്ത് ഉണ്ടാവുകയും. അങ്ങനെ നോക്കുമ്പോൾ അതിങ്ങനെ കാണാം. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇന്ന് കാലിലിങ്ങനെ വളകളാണ് ഇട്ടുന്നത്, കാൽത്തളകൾ പോലെ വലിയ തളകൾ. അങ്ങനെ കാൽത്തളകൾ കാണാണ്ട്, പിന്നെ ഇങ്ങനെ നല്ല വെളുത്ത മുണ്ട് ഇങ്ങനെ ഞുറിഞ്ഞ് ഉടുത്തിട്ടുണ്ട്. അതായത് ബ്രാഹ്മണകുമാരനാണ്. അങ്ങനെ ബ്രാഹ്മണകുമാരന്മാരെ പോലെയുള്ള അത്. പിന്നെ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ കഴുത്തിലൊരു വളയം പോലത്തെ മാലയുണ്ട്, ഒരു മുട്ടുമാലയുണ്ട്. പിന്നെ ഇങ്ങനെ നോക്കുമ്പോഴോ കൈവളകൾ കാണാണ്ട്, പിന്നെ നല്ലൊരു പൂണൂല് ഇങ്ങനെ ഉണ്ട്, കൈവളകൾ കാണാണ്ട്, തോൾവളകളൊക്കെ ഇങ്ങനെ കാണാണ്ട്. അതേപോലെ കൈവളകൾ എന്ന് പറഞ്ഞാൽ ഇത് അതായത് ബ്രാഹ്മണകുമാരൻ്റെ ആ ഒരു ഇതാണ് കാണുന്നത്.
അങ്ങനെ നോക്കുമ്പോൾ വാമനമൂർത്തിയായിട്ടാണ് കേട്ടോ ഇന്നത്തെ ഒരു കാഴ്ച. അപ്പോൾ എന്താ വെച്ചാൽ വലതേ കയ്യിലൊരു ഓലക്കുട അങ്ങനെ ചുവട്ടിലിങ്ങനെ വെച്ചിട്ടുണ്ട്. ഓലക്കുടയൊക്കെ പിടിച്ച് ഇടത്തേ കയ്യിൽ കമണ്ടലും ഉണ്ട്. കമണ്ടലൂൽ ജലമൊക്കെ ഉണ്ടാവും. അങ്ങനെ പിന്നെ നല്ല പൊന്നിൻ്റെ ഗോപീതിലൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല രസമായിട്ട് തന്നെയാണ് കേട്ടോ വാമനമൂർത്തിയെ വരച്ചിട്ടുള്ളത്. നല്ല രസമായിട്ടുണ്ട് കാഴ്ച. അങ്ങനെ നോക്കുമ്പോൾ തിരുമുടിമാലകൾ കാണാണ്ട് 2 അതേപോലെ ഇന്ന് വളരെ മനോഹരമായിട്ട് പുഞ്ചിരിച്ചുകൊണ്ടാണ് കേട്ടോ വാമനമൂർത്തി നിൽക്കുന്നത് നമ്മുടെ ഉണ്ണിക്കണ്ണനെ. അപ്പോൾ നല്ല രസമുണ്ടാകുന്ന ഈ വിളക്കിൻ്റെ ശോഭയും ആ പുഞ്ചിരിയും കൂടി ഇങ്ങനെ കാണുമ്പോൾ എന്ത് രസമാണെന്നറിയോ. അങ്ങനെ ആ ഒരു കാഴ്ചയാണ്. പിന്നെ നോക്കുമ്പോൾ വലിയ ഉണ്ടമാല ഉണ്ട്. വെളുത്ത പൂവും തുളസിയും താമരയും എല്ലാം കൂടി ഉള്ളതാണ് ഇന്നത്തെ ഉണ്ടമാല. അതേപോലെ മുകളിൽ വിധാനമായിട്ട് താമരമാല ഉണ്ട്, തുളസിമാല ഉണ്ട്, തെച്ചിമാല ഉണ്ട്. അങ്ങനെ 5-6 മാലകൾ അങ്ങനെയുണ്ട്. ധാരാളം മാലകളൊക്കെ ആയിട്ട് നല്ല ഒരു സുന്ദരനായ വാമനമൂർത്തിയായിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. നമ്മൾ സോപാനപ്പടിയിൽ നിന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി ആ കാണുന്ന കാഴ്ചയാണ് വാമനമൂർത്തീനെ കണ്ട് വന്നിക്കുകയാണ് എന്നങ്ങോട്ട് മനസ്സിൽ വിചാരിക്കുക. എന്നിട്ട് ആ ഭഗവാനെ അങ്ങോട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ആ ഭഗവാന്റെ ആ ശ്രീലകത്തേക്ക് നമ്മുടെ മനസ്സെത്തുകയാണ്. ആ ദർശനം നമുക്ക് കിട്ടുകയാണ്. നമ്മളെല്ലാ കാര്യങ്ങളും അവിടെ അങ്ങോട്ട് പറയുക. അപ്പോൾ അതിനൊക്കെ മറുപടി ആയിട്ടുള്ള കാര്യങ്ങൾ അവിടുന്ന് തീരുമാനമാക്കി തരും. അങ്ങനെ നമ്മളവിടുന്ന് നേരെ അവിടുന്ന് ഇറങ്ങിയിട്ട് സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആദ്യം കാണുന്ന ബലിക്കല്ല്, അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കി തൊഴാം. പിന്നെ തിടപ്പള്ളി നോക്കി തൊഴാം. അതേപോലെ വരുമ്പോൾ ആ ചുവരിൻ്റെ മുകളിൽ ആദ്യത്തെ ഭണ്ഡാരത്തിൻ്റെ അതിൻ്റെ പുറകിൽ വലിയ ആലിലക്കണ്ണനെ വരച്ചിട്ടുണ്ട്, അത് കാണാം. പിന്നെ ഗ്രില്ല് കഴിഞ്ഞ സപ്തമാതാക്കളെ കണ്ടു തൊഴാം. അതിനുശേഷം നേരെ നമ്മൾ ഗണേശൻ്റെ അടുത്തേക്ക് വരിക. ഗണേശൻ്റെ അടുത്ത് വരുമ്പോൾ അങ്ങനെ വന്ന് നോക്കിയാൽ അവിടെ നല്ല രസമായിട്ട് ഇങ്ങനെ ചാർത്തി വരികയാണ്. കളവങ്ങനെ ചന്ദനം അങ്ങനെ ചാർത്തിയിട്ടുണ്ട്, മുഖമൊക്കെ ചാർത്തിയിട്ടുണ്ട്, കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്. ധാരാളം പൂക്കൾ, അർച്ചനപ്പൂക്കളുണ്ട്. നല്ല പട്ടൊക്കെ ഉടുപ്പിച്ചിട്ടുണ്ട്. കൊമ്പ് തുമ്പി കൈയൊക്കെ ഇങ്ങനെ ചന്ദനം കൊണ്ട് ചാർത്തി വന്ന് നല്ല രസമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ആ ഗണേശനെ കണ്ട് പ്രാർത്ഥിച്ചോളൂ, കൂടെ പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ആ ഗണേശനെ തൊഴുമ്പോൾ ഗണേശായ നമാന്നോ വിഘ്നേശ്വരായ നമാന്നോ ഒക്കെ എഴുതിയിട്ട് ഇടുക കേട്ടോ. അതുപോലെ തന്നെ സരസ്വതി ദേവിയുടെ അടുത്തേക്ക് നോക്കുമ്പോൾ ആ ഫോട്ടോ ഉണ്ട്. അതിൻ്റെ മുകളിൽ 2 മാലകളുണ്ട്, കടാവിളക്കും ഇരുന്ന് കത്തുണ്ട്. അപ്പോൾ സരസ്വതി ദേവീനെയും പ്രാർത്ഥിക്കാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ കോർണറിലെത്തിയാൽ ചെറിയ ഗണേശനെ ഒന്ന് കാണാം, ഒന്ന് തൊട്ട് തലോടാം. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കാണാം. ആ വരാഹത്തിൻ്റെ ഒരു സൈഡിൽ നോക്കിയാൽ കുറൂരമ്മയും ഉണ്ണിക്കണ്ണനെയൊക്കെ കാണാം. പിന്നെ മേൽശാന്തിന് അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അങ്ങനെ അതിന് ശേഷം അവതാരത്തെ വീണ്ടും കാണാം നമുക്ക്. പിന്നെ ഗജേന്ദ്രമോക്ഷവും അതേപോലെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് തൊഴുത്ത് അനന്തശായിയായ അനന്തപത്മനാഭൻ്റെ അടുത്ത് വരുമ്പോൾ അവിടെ ധാരാളം മാലകളുണ്ട് കേട്ടോ. താമരമാലകൾ ഇഷ്ടം പോലെ, അതേപോലെ തുളസിൻ്റെ ചെണ്ടുമല്ലി മാലയൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെ ആ കാൽപാദത്തിൻ്റെ അവിടെ ഒന്നിങ്ങനെ തൊഴുത് നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനും ഒക്കെ കണ്ട് കൃഷ്ണനെയൊക്കെ കാണാം. കൃഷ്ണൻ്റെ അടുത്ത് വരുമ്പോൾ 2 തുളസിമാല ഉണ്ട്. പിന്നെ മുരുകനെ കാണാം. മുരുകനെ കണ്ട് തൊഴാം. മുരുകൻ്റെ അവിടെ നിറയെ ഭസ്മം കൊണ്ട് അഭിഷേകം ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഹനുമാൻ സ്വാമിയുടെ അടുത്തേക്ക് വരിക. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് നിന്ന് 2 വെറ്റിലമാല ഉണ്ട്, കുങ്കുമമുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ, കൂടെ പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ.
അങ്ങനെ ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് വരുമ്പോൾ രാധാകൃഷ്ണ വിഗ്രഹം കാണാം, അതേപോലെ കാളിയമർദ്ദൻ രൂപം കാണാം. വെണ്ണക്കണ്ണനെയും കണ്ട് തൊഴുത് നമ്മളിങ്ങനെ ഇറങ്ങിയ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയാൽ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അതിന് ശേഷം കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് നമ്മുടെ അഭീഷ്ടങ്ങളൊക്കെ പറയാം. അതിനുശേഷം നമ്മൾ കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ കൊടിമരം കാണാൻ നന്നായിട്ട് കാണാം, അവിടെ നിന്ന് തൊഴാം. പിന്നെ നമ്മൾ മണിക്കിണറും നൃത്താറയൊക്കെ കണ്ട് ഇങ്ങനെ തൊഴുത് കുറൂരമ്മേനെയും നാരദരെയും വസുദേവരെയും മേൽപ്പത്തൂരിനെയൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ വരാം. അങ്ങനെ വന്ന് വടക്കേ നടയിലൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ എത്തുക, ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. ഇനി നമുക്ക് എടത്തരികത്തുകാവിലെ ഭഗവതീനെ കാണാം. ഇന്നലെ എന്ത് രസമായിരുന്നു അല്ലേ, ഇന്നലെ നമ്മൾ തൊഴാൻ പോയപ്പോൾ ആ സരസ്വതി ദേവിയുടെ ആ ഒരു അവസ്ഥയായിരുന്നല്ലോ, വീട്ടുന്ന സരസ്വതി ദേവിയായിട്ടായിരുന്നു വിജയദശമി നാളിലെ ചിരിച്ച മുഖത്തോട് കൂടിയിട്ട് നമ്മളതിൻ്റെ ഷോർട്സൊക്കെ ഇട്ടിട്ടായിരുന്നു. അതേപോലെ ഇന്ന് നമുക്ക് പോയി നോക്കാം, എന്താ അവസ്ഥ എന്നറിയാലോ. അങ്ങനെ പോയി നോക്കുക, അവിടെ തിരക്കുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ പോയി നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇന്ന് ഗോളകയാണ് കേട്ടോ, ഇറക്കി ഗോളകയാണ്. പിന്നെ നിറയെ വട്ടമൊക്കെ ഇങ്ങനെ ചുറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മാറ്റങ്ങൾ വരും, കുറേ കഴിയുമ്പോഴേക്കായിരിക്കും, ചിലപ്പോൾ ഉച്ചരിയുമ്പോഴേക്കൊക്കെ ആവും. അപ്പോൾ എന്തായാലും ഇപ്പോൾ കാണാനുള്ളത് ഗോളക ഇറക്കിയിട്ട് നന്നായിട്ട് നല്ല രസമായിട്ടുള്ള കാഴ്ച തന്നെയാണ്. പിന്നെ ധാരാളം അർച്ചനപ്പൂക്കളുണ്ട്, അതിമനോഹരമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതേപോലെ ശിവേരി വിഗ്രഹത്തിൻ്റെ മുകളിലും മാലകൾ ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ അമ്മേനെ കണ്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ, എല്ലാവരും പ്രാർത്ഥിച്ചോളൂ, കൂടെ പ്രാർത്ഥിച്ചോളൂ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അങ്ങനെ അവിടുന്ന് വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക, മമ്മിയൂരപ്പനെ വിചാരിക്കും ചെയ്യുക. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയി ദർശനം കിട്ടിയ പോലെയാവും. അതിനുശേഷം നമ്മൾ നേരെ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് ഒന്നുകൂടി ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി ആ വാമനമൂർത്തിയെ കണ്ട് തൊഴാം, നമസ്കരിക്കാം. പിന്നീട് നമ്മൾ കൂത്തമ്പലത്തിൻ്റെ അവിടെ വരിക, അവിടെ ഒന്ന് നമസ്കരിച്ച് ആ കടാവിളക്ക് ഇങ്ങനെ നോക്കി കണ്ട് നമസ്കരിച്ച് അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരാം. അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരുമ്പോൾ ഇങ്ങനെ മുഖത്തൊക്കെ ഇങ്ങനെ ചാർത്തി വരണേ ഉള്ളൂ കേട്ടോ. മുഖവൽപ്പം കഴിഞ്ഞിട്ടു, ബാക്കി ഇങ്ങനെ ദേഹത്തൊക്കെ ഇങ്ങനെ കളഭം കൊണ്ട് ചാർത്തുന്നു, ചന്ദനം കൊണ്ട്. പിന്നെ നല്ല വെളുത്ത പട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്, അതൊക്കെയാണ് പാവുണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ വലിയ മാലകൾ ഇട്ടിട്ടുണ്ട്, സ്വർണത്തിൻ്റെ കാതിലുണ്ട്, അതേപോലെ ഗോപി തിലകം വെച്ചിട്ടുണ്ട്, കിരീടം വെച്ചിട്ടുണ്ട്. അയ്യപ്പസ്വാമി വളരെ മനോഹരമായിട്ടാണ് കാത്തിരിക്കുന്നത് നമ്മളെ കാണാനായിട്ട്. അപ്പോൾ നമുക്ക് അയ്യപ്പസ്വാമിനെയും പ്രാർത്ഥിക്കാം കേട്ടോ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അത് കഴിഞ്ഞ് പ്രദക്ഷിണമായിട്ട് വന്ന് പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെ കണ്ട് തൊഴാം. അതേപോലെ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് നമ്മൾ പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്തേക്ക് വന്ന് രുദ്രതീർത്ഥക്കുളത്തെ പ്രദക്ഷിണം ചെയ്യാനായിട്ട് പോവുക. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ അതിൻ്റെ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നെ നാരായണാലയത്തിൽ വന്നിട്ട് പൂന്താന തിരുമേനി പൂജിച്ചിരുന്ന വിഗ്രഹം കണ്ട് തൊഴാം. അത് കഴിഞ്ഞാൽ നമ്മൾ ഭഗവതി നടയിൽ വന്നിട്ട് ഒന്നുകൂടി തൊഴുത് അതേപോലെ അങ്ങനെ വന്ന ഭഗവാന്റെ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഒന്നുകൂടി ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴാം. പിന്നീട് നമ്മൾ തെക്കേ നടയിലുള്ള കൂവളത്തെ പ്രദക്ഷിണം ചെയ്യാനായിട്ട് വരിക. അങ്ങനെ വരുമ്പോൾ പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതീദേവിനെയും മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. അതുപോലെ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ എല്ലാവർക്കും വേണ്ടിയിട്ട് ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് പ്രാർത്ഥിക്കുക. അവരാഗ്രഹിച്ച കാര്യങ്ങളും ആശുപത്രിയും അതേപോലെ ജോലിയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കല്യാണവും എല്ലാതും നടത്തി കൊടുക്കാൻ ഗുരുവായൂരപ്പൻ കനിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.